മോർണിംഗ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫ്ലഷിംഗ് സിസ്റ്റമിനെ കുറിച്ചും അതേപോലെ തന്നെ സെപ്റ്റി ടാങ്കും സോക്ക് പിറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും സെപ്റ്റി ടാങ്ക് അറിഞ്ഞിരിക്കണം. സെപ്റ്റി ടാങ്ക് ചില സമയത്ത് 6 മാർക്കിനും 8 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്ലഷിംഗ് സിസ്റ്റം എന്താണ്? ഫ്ലഷിംഗ് സിസ്റ്റം ഫ്ലഷിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എവിടെയാണ് നമ്മൾ ഫ്ലഷിങ് കേൾക്കാറ്. ബേസിക്കലി 2 സ്ഥലത്താണ് ഫ്ലഷിങ് കേൾക്കാറ്. ഒന്ന് ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്യുക, പിന്നെ അതേപോലെ യൂറിനൽസ്. നമ്മൾ ഈ തിയേറ്റേഴ്സിൽ അല്ലെങ്കിൽ മാളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഫ്ലഷിംഗ് സിസ്റ്റം ഉണ്ടാവും. യൂറിനൽസിൻ്റെ പലതരത്തിലുള്ള ടൈപ്പ് ഓഫ് യൂറിനൽസ് ഉണ്ടാവും. അവിടെ പലതരത്തിലുള്ള ഫ്ലഷിംഗ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഫ്ലഷിംഗ് സിസ്റ്റമാണ് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫ്ലഷിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് മെയ്ഡ് ടു ഫ്ലഷ് ഔട്ട് വാട്ടർ ക്ലോസറ്റ് ഓർ യൂറിനൽസ്. ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിന് പറയുന്ന പേരാണ് എന്ത്? ഫ്ലഷിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ബേസിക്കലി നമ്മൾ പറയുന്നത് 5 മുതൽക്ക് 15 ലിറ്ററിൻ്റെ കപ്പാസിറ്റി വരെയുള്ള ഫ്ലഷിംഗ് സിസ്റ്റമാണ് അവൈലബിൾ ആണ് ഡേ ടു ഡേ ലൈഫിൽ. 15 ലിറ്റർ വെള്ളം അതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, ആ 15 ലിറ്റർ വെള്ളം എന്താ ചെയ്യുക? പിന്നെ അത് നമ്മൾ ഒരു ചെയിൻ ഉണ്ടാവും. ഇപ്പോൾ ഇപ്പോഴത്തെ സിസ്റ്റം ഒന്നും ചെയിനല്ല. ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബട്ടൺ പോലെ ആയിരിക്കും. ആ ബട്ടൺ അങ്ങ് താഴ്ത്തിയാൽ അതെന്താവും? ആ വെള്ളം അങ്ങോട്ട് താഴേക്ക് പോകുന്ന രീതിയിലാണ്. പക്ഷേ പണ്ടത്തെ രീതിയിലൊക്കെ ആണെങ്കിൽ ഒരു ചെയിൻ പോലത്തെ ഒരു സിസ്റ്റം ആയിരുന്നു. ഒരു ബെല്ലുണ്ടാവും, ആ ഒരു ചെയിനിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും ഒരു ലിവർ മുഖേന. ആ ചെയിൻ വളയ്ക്കുമ്പോഴാണ് എന്താ ചെയ്യണത്? ഈ ബെല്ല് ലിഫ്റ്റ് ആവും. ഓക്കെ, ആ ബെല്ല് ലിഫ്റ്റായിട്ട് എന്ത് ചെയ്യും? വാട്ടർ ഉണ്ടാവുമല്ലോ, ആ ടാങ്കിൻ്റെ ഉള്ളിലുള്ള വെള്ളം മുഴുവനായിട്ട് എന്ത് ചെയ്യും? സ്പീഡായിട്ട് പുറത്തേക്കാണ്ട് പുറന്തള്ളും. ഓക്കെ, ഈ ബെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് പൊങ്ങുന്ന ടൈപ്പിലുള്ള ഒരു ബെല്ലാണ്. അപ്പോൾ ഈ ലിവർ പിടിച്ച് വലിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചെയിൻ പിടിച്ച് വലിക്കുമ്പോൾ ഈ ബെല്ല് അങ്ങോട്ട് പൊങ്ങുകയാണ്. അപ്പോൾ ആ ടാങ്കിൻ്റെ ഉള്ളിലത്തെ വെള്ളം മുഴുവനായിട്ട് ഈ പൈപ്പ് മുഖേന എന്ത് ചെയ്യണത്? ഒരു പ്രഷറിലാണ്ട് വന്നിട്ട് ഈ സോളിഡ് വേസ്റ്റിന്, നമ്മളെ വാട്ടർ ക്ലോസറ്റിലുള്ള സോളിഡ് വേസ്റ്റും അതേപോലെ യൂറിനൽസിലുള്ള ലിക്വിഡ് വേസ്റ്റിനെ എല്ലാം കൂടി കണ്ട് പുറം തള്ളിക്കുകയാണ് ചെയ്യണത്. ഓക്കെ, ഇത് ബേസിക്കലി ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് അയൺ കൊണ്ടാണ് ആദ്യമൊക്കെ പറയാറ്. ഓക്കെ, ഇപ്പോൾ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എന്താണ്? ഫ്ലോട്ട് വാൽവ്. അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലോട്ട് വാൽവ് ഉണ്ടാവും. ഫ്ലോട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോട്ട് വാൽവിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയണമെങ്കിൽ നമ്മളുടെ ടാങ്കുകളിലൊക്കെ ഉള്ള ഒരു ബോൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ ബോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒരു നിശ്ചിത അളവ് വെള്ളം അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അതിൻ്റെ എൻട്രി വാൽവ്, വെള്ളം കയറുന്ന എൻട്രി വാൽവിൽ അതെന്ത് ചെയ്യും? ക്ലോസ് ചെയ്ത് വെക്കും. എക്സസൈസിന് വെള്ളം കയറി ഓവർഫ്ലോ ആവാതിരിക്കാൻ വേണ്ടി ഒരു വാൽവ് ഉണ്ട്, ബോൾ സോക്കറ്റ് വാൽവ്. ഓക്കെ, അപ്പോൾ അതേപോലെ ഫ്ലോട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിനെ കൺട്രോൾ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ലിവർ ചെയിൻ പിടിച്ച് വലിച്ചതിന് ശേഷം ഈ വെള്ളം മുഴുവനായിട്ട് പോയി. ഈ പോയതിന് ശേഷം എന്താ ചെയ്യുക? ഈ ഫ്ലോട്ട് വാൽവ് അങ്ങോട്ട് തുറക്കും. ഓക്കെ, അതങ്ങോട്ട് ഒരു ലിവർ പോലെയാണ് ഉണ്ടാവുക. അതങ്ങോട്ട് തുറന്നിട്ട് ഈ ഇൻലെറ്റ് കൂടെ വെള്ളം ഇങ്ങനെ കയറും. ഓക്കെ, എന്നിട്ട് ഫ്ലോട്ട് വാൽവ് പിന്നെ ഇങ്ങനെ പൊന്തി വരും. വെള്ളം ഇങ്ങനെ കയറുന്നതിനനുസരിച്ച് ആ ബോളും ഉണ്ടാവും, അതങ്ങനെ പൊന്തി വന്നിട്ട് എപ്പോഴാണോ ഒരു നിശ്ചിത അളവ് വെള്ളത്തിനത് അപ്പോൾ എന്ത് ചെയ്യും? ആ ഇൻലെറ്റ് വാൽവിനെ ഉണ്ട് ക്ലോസ് ചെയ്യും. അപ്പോൾ എന്താ? പിന്നെ വെള്ളം ഉള്ളിലേക്ക് കയറൂല. പിന്നെ നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത്, ആരെങ്കിലും ടോയ്ലറ്റ് പോകുന്ന സമയത്ത് ഇതേപോലെ ആ ലിവർ പിടിച്ച് വലിക്കും അല്ലെങ്കിൽ ചെയിൻ പിടിച്ച് വലിക്കുമ്പോൾ വെള്ളം മുഴുവനായിട്ട് പോകും. ഇതേ പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്കതിൻ്റെ ഫിഗറിലേക്ക് പോവാം. ഓക്കെ, ആ 1 എന്ന് കാണിച്ചിട്ടുള്ളത് റൈറ്റ് സൈഡിൽ ഏറ്റവും ബോട്ടത്തിലാണ്. 1 എന്ന് കാണിച്ചിട്ടുള്ളത് നമ്മളുടെ ഹാൻഡിലാണ്. 2 എന്ന് പറയുന്നത് ആ ചെയിനാണ്. ഓക്കെ, 3 എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്, അത് ലിവറാണ്. 4 എവിടെയാണ്? ആ ഒരു നടുക്കത്തെ പോർഷൻ. ആ നടുക്കത്തെ പോർഷനാണ് എന്ത്? നമ്മളുടെ ബെല്ല് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇത് വലിക്കണതിനനുസരിച്ച് ബെല്ല് അങ്ങോട്ട് പൊങ്ങുക ചെയ്യുക. 5 എന്ന് പറഞ്ഞത് ഫ്ലോട്ട്, നമ്മളിപ്പോൾ പറഞ്ഞു ഫ്ലോട്ട് വാൽവ്. 6 എന്ന് പറഞ്ഞാൽ ഫ്ലഷ് പൈപ്പ് എന്ന് പറഞ്ഞാൽ അത് കൂടെ ആയിരിക്കും വെള്ളം അങ്ങനെ കയറി ചെല്ലുക. ഓക്കെ, 7 എന്ന് പറഞ്ഞാൽ കേസിങ് എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ആ ഒരു മോൾഡിനെയാണ് കേസിങ് എന്ന് പറയുന്നത്. 8 എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ പൈപ്പ്. ഓക്കെ, വെള്ളം ഓവർഫ്ലോ ആയിട്ട് അബദ്ധവശാൽ ഓവർഫ്ലോ ആയി പോവുകയാണ്. അപ്പോൾ അത് പോകാനുള്ള വേറൊരു പൈപ്പാണ് ഈ ഒരു
എന്ത് പറയണത്, ഓവർഫ്ലോ പൈപ്പായിട്ട് പറയണത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫ്ലഷിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നോക്കി വയ്ക്കുക, അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ചോദിക്കാം. ഇനി രണ്ടാമതായിട്ട് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്ക് നമുക്കൊക്കെ പരിചിതമായ ഒരു കാര്യമാണ്. പക്ഷേ സിറ്റി ലൈഫിലൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ സെപ്റ്റിക് ടാങ്ക് എന്ന രീതിയിൽ ചിന്തിക്കാറ് വളരെ കുറവാണ്. അവിടെ ബേസിക്കലി നമ്മൾ എന്താണ്, സോളിഡ് വേസ്റ്റിന് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാവും, അവിടത്തേക്ക് കൊണ്ടുവിടുകയാണ് ചെയ്യുക. ഈ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ട് അത് നേരെ എന്ത് ചെയ്യും, ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് പോയി അവിടെ അത് എന്താ ചെയ്യുക, അവിടെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തി ആ വെള്ളത്തിനെ മുഴുവനായിട്ട് എന്ത് ചെയ്യും, അത് നമ്മളുടെ അണ്ടർഗ്രൗണ്ടിലേക്ക് വിടും. ബാക്കിയുള്ള സോളിഡ് വേസ്റ്റിനെ അവർ വേറെ എന്തെങ്കിലും രീതിയിൽ ഡിസ്പോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ ക്യാരേജ് ഒന്നുമില്ല, അവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. ഇത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യണത് സെമി അർബൻ ഏരിയ. അർബൻ എന്ന് പറഞ്ഞാൽ എന്താ, സിറ്റി. ഓക്കെ, അർബൻ എന്ന് പറഞ്ഞാൽ അത്ര സിറ്റിയാണ്, പക്ഷേ സെമി അർബൻ എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു സിറ്റി എന്ന രീതിയിലല്ല, ഒരു ചെറിയ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഹൗസസും ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്സും ഹോസ്റ്റൽസും ഐസൊലേറ്റഡ് ബിൽഡിങ്ങും ഓക്കെ, അങ്ങനത്തെ ഒക്കെ ഒരു കേസിലാണ് നമ്മൾ സെപ്റ്റിക് ടാങ്ക് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുക. അവിടെ എന്താണ്, അവിടെ വാട്ടർ ക്യാരേജ് സിസ്റ്റമോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റോ അവിടെ അടുത്ത് അവൈലബിൾ അല്ലാത്തൊരു കേസിൽ, അല്ലെങ്കിൽ ഫീസിബിൾ അല്ലാത്തൊരു കേസിൽ, അവിടെ അടുത്തൊന്നും അങ്ങനത്തെ ഒരു പ്ലാന്റ് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനെ ഫോളോ ചെയ്യണത്. അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് സെമി അർബൻ ഏരിയ, പിന്നെന്താണ് സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഹൗസൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്സ്, ഹോസ്റ്റൽസ്, ഐസൊലേറ്റഡ് ബിൽഡിങ്സ്. അത് മാത്രമല്ല വാട്ടർ ക്യാരേജ് സിസ്റ്റം എഫിഷ്യൻ്റായിട്ട് നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, സെപ്റ്റിക് ടാങ്ക് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഈ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ടിൻ്റെ ഇടയിൽ പെട്ടൊരു സിസ്റ്റം. രണ്ടിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടർ ക്യാരേജ് സിസ്റ്റവും പിന്നെ അതുകൂടാതെ തന്നെ ഡ്രൈ കൺസർവൻസി സിസ്റ്റം. അത് രണ്ടിൻ്റെ ഇടയിൽ പെട്ട ഒരു രീതിയാണ് ഈ ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ. വാട്ടർ ക്യാരേജ് എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളം തള്ളിക്കൊണ്ടുപോവുകയാണ് പൈപ്പ് കൂടെ. പക്ഷേ ഈ ഒരു കേസിൽ എങ്ങനെയാണ്, വെള്ളം ആ സെപ്റ്റിക് ടാങ്ക് വരെ എത്തണുള്ളൂ, അല്ലാതെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വരെ എത്തണില്ല. കൺസർവൻസി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ആ വേസ്റ്റ് നമ്മൾ കോരിക്കൊണ്ടുപോകും, നമ്മൾ പറഞ്ഞായിരുന്നു, അതെടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്, അത് ഉണക്കിയിട്ടൊക്കെ കൊണ്ടുപോകും. അതാണ് ഡ്രൈ കൺസർവൻസി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കാരണം, വെള്ളത്തുകൊണ്ട് ഫ്ലഷ് ചെയ്യണമുണ്ട്, ഈ വേസ്റ്റ് പോയിട്ട് അവിടെ തന്നെ അടുത്തുള്ള ഒരു ടാങ്കിലേക്ക് പോയി കളക്ട് ചെയ്യുക. ഈ ടാങ്ക് നിറയൂലേ സ്വാഭാവികമായിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ. ആ ടാങ്ക് നിറയണ സമയത്ത് അല്ലെങ്കിൽ അതിനൊരു നിശ്ചിത ക്ലീനിങ് പീരീഡ് ഉണ്ടാവും, 6 മാസമോ 1 വർഷമോ 2 വർഷമോ. അത് കഴിയുമ്പോൾ അത് അങ്ങ് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു സിസ്റ്റമായിട്ട് നമ്മൾ എന്ത് പറയണത്, സെപ്റ്റിക് ടാങ്കിനെ പറയണത്. സെപ്റ്റിക് ടാങ്കിൽ ബേസിക്കലി 4 ഓപ്പറേഷൻസാണ് നടക്കുന്നത്. ഫസ്റ്റ് വൺ സെഡിമെൻറ്റേഷൻ, സെക്കൻഡ് വൺ അനറോബിക് ഡൈജഷൻ, തേർഡ് വൺ സ്റ്റോറേജ് ഓഫ് സ്ലഡ്ജ്, ഫോർത്ത് വൺ സോക്കേജ് ഓഫ് ലിക്വിഡ് എഫ്ലുവൻറ്റ് ഫ്രം സെപ്റ്റിക് ടാങ്ക് ഇൻ ടു ദ ഗ്രൗണ്ട് ത്രൂ സോക്കേജ് പിറ്റ് അല്ലെങ്കിൽ സോക്ക് പിറ്റ്. ഓക്കെ, 4 ഫസ്റ്റ് വൺ സെഡിമെൻറ്റേഷൻ, പിന്നെന്താണ് സ്റ്റോറേജ്, തേർഡ് വൺ എന്താണ്, അല്ല സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അനറോബിക് ഡൈജഷൻ, തേർഡ് വൺ സ്റ്റോറേജ്, ഫോർത്ത് വൺ സെപ്റ്റിക് ടാങ്ക് മുഖേന അത് അണ്ടർഗ്രൗണ്ടിലേക്ക് എന്ത് ചെയ്യുകയാണ്, അതിനെ കടത്തി വിടുകയാണ്. ഈ മെയിൻ പ്രോസസ്സൊക്കെയാണ് എന്തിൽ നടക്കുന്നത്, സെപ്റ്റിക് ടാങ്കിൽ നടക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്കിൻ്റെ പ്ലാൻ. ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള പ്ലാനും സെക്ഷനുമാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്ക്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വർക്കിംഗ് ഡ്രോയിങ്ങിൽ വരച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇൻലെറ്റ് ഉണ്ട്, 1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റാണ്. രണ്ടാമത്തെ ഒരു ബാഫിൾ വോളാണ്, സ്കം ഒന്നും എൻ്റർ ചെയ്യാതിരിക്കാൻ. കുറേ എന്താ പറയുക, വേസ്റ്റുകൾ ഒറ്റയടിക്കാണ്ട് വന്ന് അണ്ട് വീഴുമ്പോൾ എന്താണ് പെട്ടെന്ന് തെറിക്കാനുള്ള സാധ്യതകളും, അതുകൊണ്ട് അതൊന്ന് കൺട്രോൾഡായിട്ട് പോകാനാണ് ഈ ഒരു ബാഫിൾ വോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 3 എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് പ്ലാസ്റ്ററിങ് കൊടുത്തിട്ടുണ്ട്. 4 എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഫൗണ്ടേഷനാണ്. പിന്നെന്താണ് 5 എന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റ് പൈപ്പാണ്. ഓക്കെ, ഔട്ട്ലെറ്റ് പൈപ്പ് എപ്പോഴും ഒരു 5 സെൻറ്റിമീറ്റർ താഴെ ആയിരിക്കും ഇൻലെറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ 6 എന്ന് പറഞ്ഞാൽ വെൻറ്റിലേഷൻ പൈപ്പാണ്. വെൻറ്റിലേറ്റിംഗ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അനേറോബിക് എന്ന് പറഞ്ഞാൽ എന്താ, എയറിൻ്റെ പ്രസൻസ് ഇല്ലാത്ത രീതിയിൽ ഡൈജഷനാണ് നടക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ഗ്യാസുകളുണ്ടാവും. ആ ഗ്യാസ് പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ വെൻറ്റിലേറ്റിംഗ് പൈപ്പ് കാണിച്ചിട്ടുള്ളത്. 7 എന്ന് പറഞ്ഞാൽ 7, 8, 9, 10 ഇതൊക്കെ നമ്മളുടെ സോക്ക് പിറ്റിൻ്റെ
ഇതിലാണ് വരുന്നത്. ഓക്കെ, ബ്രിക്ക് ബാറ്റ് ഉപയോഗിച്ചിട്ട് ബ്രിക്ക് ചേമ്പറാണ്. പിന്നെ സാൻഡ് കേസിംഗ് ഉണ്ട്. പിന്നെന്താണ്, മാൻ ഹോളാണ്. ഓക്കെ, മാൻ ഹോള് നമ്മൾ ബേസിക്കലി ഈ ഒരു എന്താ പറയുക സെപ്റ്റി ടാങ്കിൻ്റെ മുകളിലത്തെ കവറിന് വേണ്ടി ആണ് പറയണത്. കവർ എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ പറ്റിയ രീതിയിലായിരിക്കും ഈ സെപ്റ്റി ടാങ്കുകൾ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാറ്. എന്താ വെച്ചാൽ അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഓപ്പറേഷനും. സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ചേമ്പേർഡ് മേസൺട്രി. ഓക്കെ, അത് മേസൺട്രിയിലും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ കോൺക്രീറ്റിലും. റെക്ടാങ്കുലർ ടാങ്കാണ് നമ്മൾ ബേസിക്കലി ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ സൂട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ ബേസിക്കലി കൺസ്ട്രക്ട് ചെയ്യാറ്. പൊതുവേ നമ്മളുടെ നാട്ടിൻപുറത്തെ ഏരിയ ആണെങ്കിൽ ഒരു കിണർ പോലെ കുഴിക്കുക ചെയ്യുക, ചെറിയൊരു ടാങ്ക്. ഓക്കെ, ഇപ്പോൾ വെറുതെ വീട്ടിൽ അവിടെ അടുത്തുള്ള എന്തെങ്കിലും ടാങ്കുകൾ വേസ്റ്റായി കിടക്കുകയാണ്, ഒരു കിണർ വേസ്റ്റായി കിടക്കുകയാണെങ്കിൽ അത് നമ്മൾ സെപ്റ്റി ടാങ്കായിട്ട് മാറ്റാറാണ്. പൊതുവേ സെപ്റ്റി ടാങ്ക് ഒരു റെക്ടാങ്കുലർ ടാങ്ക് ആയിരിക്കും. പിന്നെന്താണ്, ഒരു വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള കോൺക്രീറ്റിൻ്റെ ഫ്ലോർ കൊടുത്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്, വെള്ളം താഴേക്ക് പോവാതിരിക്കുക. എന്താ വെച്ചാൽ ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ മുന്നേ ഉള്ള ഒരു ടാങ്കാണ് സെപ്റ്റി ടാങ്ക്. ഓക്കെ, പിന്നെന്താണ്, ഈ ടാങ്കിൻ്റെ ഉൾവശം നമ്മൾ ബേസിക്കലി പ്ലാസ്റ്ററിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്ററിങ്, വെള്ളം പുറത്തേക്ക് കയറി ചെല്ലാത്ത രീതിയിലുള്ള പ്ലാസ്റ്ററിങ്. ഓക്കെ, വാട്ടർ പ്രൂഫിങ് മെറ്റീരിയലൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഇതിന് ബേസിക്കലി നമ്മൾ കൺസ്ട്രക്ഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യണത്. ഇൻലെറ്റ് പൈപ്പ് ഉണ്ട്, ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ ബാഫിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കമ്മൊന്നും എൻ്റർ ചെയ്യാതിരിക്കാൻ, പൈപ്പിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ. പിന്നെന്താണ്, ടോപ്പ് ഓഫ് ദ ടാങ്ക് ഇസ് ക്ലോസ്ഡ് വിത്ത് RCC സ്ലാബ്. ഓക്കെ, സ്ലാബ് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആ സ്ലാബിൽ തന്നെ ഒരു മാൻ ഹോൾ ഉണ്ട്. ആ മാന് ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ, ഒരാൾക്ക് ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ ഒരു മാൻ ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് എ വെൻറ്റ് പൈപ്പ്. വെൻറ്റിലേഷൻ പൈപ്പ് തന്നെയാണ് വെൻറ്റ് പൈപ്പ് എന്ന് പറയുന്നത്. അത് ഒരു 2 മീറ്റർ ആയിട്ടെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൗൾ ഗ്യാസിന് അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്യാൻ 2 മീറ്റർ കൊടുക്കാൻ കാരണം ഒരു മനുഷ്യൻ്റെ ആവറേജ് ഹൈറ്റ് ഒരു 1.8 മീറ്റർ വരെയൊക്കെയാണ്. അപ്പോൾ അയാൾക്ക് ആ ദുർഗന്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 2 മീറ്റർ ഹൈറ്റിലെങ്കിലും കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറയണത്, ഈ ടാങ്ക്, നമ്മുടെ സെപ്റ്റി ടാങ്കിൻ്റെ മിനിമം വിടുത്ത് 1 മീറ്ററെങ്കിലും ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് സൗകര്യപരമായ രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു കാര്യം പറയണത്. ഓക്കെ, ഇനി ഓപ്പറേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ നടക്കണ പല കാര്യങ്ങളും. അപ്പോൾ സീവേജ് ഫ്രം യൂറിനൽ ആൻഡ് വാട്ടർ ക്ലോസറ്റ്. ഓക്കെ, അതാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു ടാങ്കിലേക്ക് കയറി ചെല്ലണത്. ഓക്കെ, ഇത് നമ്മളെന്താ ചെയ്യണത്, 12 മുതൽ 24 മണിക്കൂർ വരെ ഇതിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൻ ചെയ്യുക. ഡീറ്റെയിൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ സോളിഡ് ആയിട്ടുള്ള മാറ്റേഴ്സ്, നമ്മളിപ്പോൾ ഈ ചളിവെള്ളം ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഇതിൽ വെക്കുകയാണ്, ടംബ്ലറിൽ വെക്കുകയാണ്. കുറേ കാര്യം കഴിയുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് നേരം കഴിഞ്ഞാൽ അതൊക്കെ സെറ്റിൽ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സോളിഡ് മാറ്റേഴ്സൊക്കെ എന്ത് ചെയ്യും, ഈ സ്ലഡ്ജൊക്കെ താഴേക്ക്, സോളിഡ് ആയിട്ടുള്ള വേസ്റ്റൊക്കെ താഴേക്ക് സെറ്റിൽ ചെയ്യും. ഓക്കെ, ഈ 24 മണിക്കൂർ കഴിഞ്ഞാൽ, ഈ 24 മണിക്കൂർ കഴിഞ്ഞാൽ ഈ സെഡിമെൻറ്റഡ് ഹ്യൂമൺ എക്സ്ക്രീറ്റ ഫർദർ ഡൈജസ്റ്റഡ് അണ്ടർ അനേറോബിക് കണ്ടീഷൻ. അനേറോബിക് എന്ന് പറഞ്ഞാൽ എയറിൻ്റെ പ്രസൻസ് ഇല്ല അവിടെ. അപ്പോൾ അത് കാരണം അതിങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്ലഡ്ജൊക്കെ, ഈ ഹ്യൂമൻ വേസ്റ്റൊക്കെ എന്ത് ചെയ്യും, അനേറോബിക് കണ്ടീഷനിൽ ഡൈജഷൻ നടന്നുകൊണ്ടിരിക്കും. ഏകദേശം 30 മുതൽക്ക് 50 ദിവസം വരെയാണ് ഇതിൻ്റെ ഈ ഡൈജഷൻ നടക്കുന്ന ഒരു പീരീഡ്. ഓക്കെ, അപ്പോൾ അത് പല ടെമ്പറേച്ചറും കണ്ടീഷൻ്റെ അനുസരിച്ചും ഈ ദിവസത്തിൻ്റെ അളവുകൾ കൂടാം കുറയാം. ഓക്കെ, ഈ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള സ്ലഡ്ജ് എന്ത് ചെയ്യുക, ഈ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക എവിടെ, ഈ ടാങ്കിൻ്റെ അടിവശത്ത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, പീരിയോഡിക്കലി ഇത് ക്ലീൻ ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുക, ഈ മാൻഹോൾ വഴി നമ്മൾ ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് അത് പിന്നെ റിമൂവ് ചെയ്യണം. ഓക്കെ, പിന്നെന്താന്ന് പറയണത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലീനിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ട്, ഇത് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ. ഏത്, ഈ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഈ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാങ്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലീനിങ് ഓപ്പറേഷൻ നല്ല രീതിയിൽ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഒരു സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്ലഡ്ജ്, അത് മുഴുവനായിട്ട് അങ്ങോട്ട് ഫില്ലായി. പിന്നെ അതിൽ എന്താണ്, ഈ സെഡിമെൻറ്റേഷൻ എന്ന പ്രോസസ്സ് നടക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. ഈ സോളിഡ് ആയിട്ടുള്ള വേസ്റ്റൊക്കെ ഇങ്ങനെ കട്ടയായി അവിടെ ഇങ്ങനെ നിൽക്കുക ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അത് എന്താണ്, പിന്നെ വരുന്ന നമ്മളുടെ സോളിഡ് വേസ്റ്റുകൾക്ക്
സെറ്റിൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറയും. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്ക് സോക്ക് പിറ്റ്. ഇതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, സെപ്റ്റിക് ടാങ്കിനൊപ്പം ഒരു സർക്കുലറായിട്ടോ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള പിറ്റാണ്. മിനിമം ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ മുതൽക്ക് 1.5 മീറ്റർ വരെയാണ് നമ്മൾ ബേസിക്കലി ഈ സോക്ക് പിറ്റിന് പ്രൊവൈഡ് ചെയ്യാറ്. ഈ പിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ ബ്രിക്ക് ബാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളെ ഇഷ്ടികേൻ്റെ കഷ്ണങ്ങൾ, ഓക്കെ, നമ്മൾ എന്താ പറയുക, വിഡ്ത്ത് വൈസ് കട്ട് ചെയ്തിട്ടുള്ള, ലെങ്ത് വൈസ് അല്ല, വിഡ്ത്ത് വൈസ്, അതിൻ്റെ ചെറിയ ഡയമെൻഷന് കറസ്പോണ്ടിങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറേ തരത്തിലുള്ള ബ്രിക്കിൻ്റെ കഷ്ണങ്ങളുണ്ടാവും. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ കോസ് അഗ്രിഗേറ്റും ഉണ്ടാവും. പിന്നെന്താ ചെയ്യുക, ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം, ഓക്കെ, സോളിഡ് വേസ്റ്റൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ആ വെള്ളം ഇങ്ങനെ കുറച്ച് പ്യൂരിഫൈഡ് ആയിരിക്കും. ആ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടറിനെ കുറച്ച് മുഴുവനായിട്ട് പ്യൂരിഫൈഡ് എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെപ്റ്റിക് ടാങ്കിന് ക്ലീൻ ചെയ്യാനുള്ള ടെൻഡൻസി 60 to 70%. എന്നാലും അവിടെ എന്താണ് 20 മുതൽക്ക് 30% വരെ അതിൽ എന്തുണ്ടാവും, കുറച്ചും കൂടി മാറ്റേഴ്സ്, ഓക്കെ, ബയോളജിക്കലി ഓക്സിഡൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റേഴ്സ് അതിൻ്റെ പ്രസൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ വെള്ളത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോക്ക് പിറ്റിലേക്ക് കടത്തി വിടുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെറ്റീരിയൽ എന്തായിട്ട് ഒരു ഫിലിമായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊക്കെ ആ സോളിഡ് മാറ്റേഴ്സിനെ വലിച്ചെടുക്കും. ഈ ബ്രിക്ക് ബാറ്റുകൾ, ഓക്കെ, നമ്മളുടെ ഈ വെള്ളത്തിലുള്ള സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വരുന്ന സോക്ക് പിറ്റിലേക്ക് വരുന്ന വെള്ളത്തിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചു വലിക്കാനുള്ള കപ്പാസിറ്റി ഈ ബ്രിക്ക് ബാറ്റിനുണ്ടാവും. ഓക്കെ, പിന്നെ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോക്ക് പിറ്റിൻ്റെ അടിവശം നമ്മൾ എന്ത് ചെയ്യണില്ല, കോൺക്രീറ്റ് ഒന്നും ഇട്ട് കൊടുക്കണില്ല. ഇതിൻ്റെ 2 ഭാഗത്തും നമ്മൾ ബ്രിക്ക് വെച്ചിട്ടാണ് പടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പെർക്കുലേറ്റ് ചെയ്ത് പോകണം, വെള്ളം ഊർന്ന് പോകണം അടിയിലേക്ക്, അണ്ടർഗ്രൗണ്ടിലേക്ക്. ഓക്കെ, ഈ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുക വെള്ളം വേസ്റ്റ് വാട്ടർ അല്ലേ, അങ്ങനെയല്ല. എന്താ പറയുക, നമ്മളുടെ സോയിൽ അതിൻ്റെ ഒരു ഫിൽട്ടറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ അടിയിലേക്ക് പോയിട്ട് നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടറിലേക്ക് പോയി ചേരും. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈസ് ഓഫ് ദ പിറ്റ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ്, എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് പെർക്കുലേറ്റ് ചെയ്യണം, പിന്നെ പെർമിയബിലിറ്റി ഓഫ് ദ സബ്സോയിൽ. ഓക്കെ, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി ഈ പിറ്റിൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ, ഈ സോക്ക് പിറ്റിൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യണത്. ഓക്കെ, അതിൻ്റെ ഫിഗർ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഫിഗറാണ്. ഓക്കെ, ബ്രിക്ക് ചേമ്പറാണ്, ഡ്രൈ ആയിട്ടുള്ള ജോയിൻ്റാണ്. അതിൻ്റെ കേസിങ്ങിൽ സാൻഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, മണലുകൾ അതിൻ്റെ ചുറ്റും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതൊക്കെയാണ് ഇതിൽ പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക.